അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് മോട്ടിവേഷൻ ഫ്രം തിയറി ടു പ്രാക്ടീസ്. ഹോബിയും അതുപോലെ മോട്ടിവേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ തിയറിറ്റിക്കലും പ്രാക്ടിക്കലും ആയിട്ടുള്ള വശങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് നമ്മൾ 4 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, അതുപോലെ അതെന്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നു. 2, പ്രധാനപ്പെട്ട 4 ഫൗണ്ടേഷണൽ മോഡൽസ് ഉണ്ട്. ഓരോ വർക്ക് പ്ലേസും ഫോളോ ചെയ്യുന്ന 4 ഫൗണ്ടേഷണൽ മോഡൽസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയും. അതുപോലെ 7 ഗെയിം ചേഞ്ചിങ് മോട്ടിവേഷൻ തിയറീസ് നമ്മൾ പറയും. അതുപോലെ പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് യു ക്യാൻ ഇംപ്ലിമെൻറ്റ് ഇമ്മീഡിയറ്റ്ലി. വി വിൽ ഷെയർ പ്രാക്ടിക്കൽ strategies you can implement immediately. So let's start with what is organizational behavior. What is really mean by organizational behavior? അത് is a study of human behavior in organizational setting. ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു മനുഷ്യന് തൻ്റെ സ്വഭാവത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന പഠനത്തെയാണ് OB എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സൈക്കോളജി മീറ്റ്സ് ബിസിനസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റിലേക്ക് സൈക്കോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള ആ ഫ്യൂഷനാണ് സത്യത്തിൽ ഈ OB എന്നുള്ള സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പക്ഷേ അത് പവർഫുള്ളാണ്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ പ്രവചിക്കാനും അതുപോലെ മനുഷ്യൻ്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ വരെ നമുക്ക് ഇത് സാധിച്ചേക്കാം. അതാണെങ്കിൽ ഓരോ ഓർഗനൈസേഷനിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ OB ഇത്രമാത്രം ഒരു മാറ്ററായിത്തീരുന്നത്, ഒരു ചർച്ചാ വിഷയമാവുന്നത് എന്നതിൻ്റെ ഉത്തരം, അത് നമ്മൾ ഇൻ്റർപേഴ്സണൽ അതുപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സിലുള്ള കാര്യങ്ങളെ അത് ഇമ്പ്രൂവ് ചെയ്യും. ഇൻ്റർപേഴ്സണൽ ബിഹേവിയറും അതുപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സ് ബിഹേവിയേഴ്സിനൊക്കെ അത് എൻഹാൻസ് ചെയ്യും, അതുപോലെ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ എൻഹാൻസ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്, അതുപോലെ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ അവിടെ ഉണ്ടാവും. അതുപോലെ നാവിഗേറ്റ് ദ കോംപ്ലക്സ് വേൾഡ് ഓഫ് വർക്ക് പ്ലേസ് റിലേഷൻഷിപ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് OB അത്രമാത്രം ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുന്നത്. ദ 4 ഫൗണ്ടേഷണൽ OB മോഡൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ്, ദ ഓട്ടോക്രാറ്റിക് മോഡൽ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് ഈസ് ദ ട്രഡീഷണൽ കമാൻഡ് ആൻഡ് കൺട്രോൾ അപ്രോച്ച്. അതായത് ഒരാൾ എന്ത് ചെയ്യും, കമാൻഡ് ചെയ്യും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ തന്നെ ബാക്കിയുള്ള ആളുകൾ പ്രവർത്തിക്കും. ഇറ്റ് ഫോക്കസ് ഓൺ പവർ ആൻഡ് അതോറിറ്റി ക്രിയേറ്റിംഗ് എംപ്ലോയി ഒബീഡിയൻസ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ദ ബോസ്. അതായത് പഴയകാല ഒരു ട്രഡീഷനാണ് സംഭവം. ഇത് ഓട്ടോക്രാറ്റിക് മോഡലാണ്. അതായത് ഒരാൾ അവിടുന്ന് പ്രവർത്തിക്കും, ബാക്കിയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കും. അദ്ദേഹം ഒരു പവറിനെ പോലെ അവിടെ ഉണ്ടാവും, ഒരു അതോറിറ്റീനെ പോലെ, ഒരു ബോസിനെ പോലെ അവിടെ പ്രവർത്തിക്കും. ബാക്കിയുള്ള ആളുകൾ അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ഇതൊരു മിലിറ്ററി സ്റ്റൈൽ മാനേജ്മെൻറ്റാണ്. ഇതാണ് ഓട്ടോക്രാറ്റിക് മോഡൽ എന്ന് പറയുന്നത്. സെക്കൻഡ്, കസ്റ്റോഡിയൽ മോഡൽ എന്ന് പറയും. എന്ന് വെച്ചാൽ തൻ്റെ ആളുകൾക്ക് ജോബ് സെക്യൂരിറ്റിയും അതുപോലെ എക്കണോമിക് സെക്യൂരിറ്റിയൊക്കെ നൽകുന്ന നല്ലൊരു തരം ഒരു മോഡലാണ് കസ്റ്റോഡിയൽ മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ എംപ്ലോയീസ് ഒരു നല്ല അവർ ഫൈനാൻഷ്യലി വെൽബീയിങ് ആയിരിക്കും അവർ. ഇനി മൂന്നാമത് സപ്പോർട്ടീവ് മോഡൽ എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതിൽ ലീഡർഷിപ്പ് മോഡലിൽ നിന്ന് പോയിട്ട് അത് ഒരു എംപ്ലോയി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. ഇതിൽ മാനേജേഴ്സ് ആക്ട് ആസ് കോച്ചസ് റാദർ ദാൻ കമാൻഡേഴ്സ്. അവരൊരു കമാൻഡർ എന്നതിലുപരി അവർ ഒരു കോച്ചായിട്ട് മാറുകയായിരിക്കും ചെയ്യുക. അതായത് നിനക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നീ ഇത് ചെയ്താലേ, അതൊക്കെ പരിഹരിച്ചാലേ നിനക്ക് ഇത്തരത്തിലുള്ള ഹൈക്കുകൾ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കോച്ച് മോഡലിലേക്ക് മാറുക എന്നതാണ് സപ്പോർട്ടീവ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി അദ്ദേഹം ഫിസിയോളജിക്കലും സൈക്കോളജിക്കലും അതിൽ വെൽബീയിങ് ആയിരിക്കും. അതുപോലെ നാലാമത്താണ് കൊളീഗിയൽ മോഡൽ. ഇതൊരു മോഡേൺ ഒരു ടീം വർക്കിൻ്റെ അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ പാർട്ട്ണർഷിപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു മോഡലാണ് കൊളീജിയൽ മോഡൽ എന്ന് പറയുന്നത്. ഇതിലെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കും, എന്നാൽ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഗോൾ എന്ന് പറയുന്നത് സിംഗിളായിരിക്കും. അതുപോലെ അവരൊക്കെ ആ ഗോൾ നേടാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയോട് കൂടി അവർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കൊളീജിയൽ മോഡൽ എന്ന് ഇതിന് പേര് വന്നത്. ഇനി 7 ഗെയിം ചേഞ്ചിങ് മോട്ടിവേഷൻ തിയറിയാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ഓരോ മനുഷ്യന്മാരുടെ നീഡ്സ് നമ്മൾ ലെവലാക്കി തിരിച്ച് അതിനനുസരിച്ച് ഓരോ ആളുകൾക്കും അതിനനുസരിച്ചുള്ള ജോലികൾ നൽകി ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിനനുസരിച്ച് ഓരോ ആളുകളും പരിഗണിക്കുന്ന ആ രൂപത്തിനെയാണ് മസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയാം. ഹേഴ്സ്ബർഗ്സ് 2 ഫാക്ടർ തിയറി എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിയിലും സാറ്റിസ്ഫാക്ഷൻ്റെ ഫാക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ ഡിസാറ്റിസ്ഫാക്ഷൻ്റെ ഫാക്ടേഴ്സ് ഉണ്ടാവും. എല്ലാവരും ആഗ്രഹിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ്റെ ഫാക്ടേഴ്സാണ്. സോ അതിൽ ഉള്ളതാണ് സാലറി, അതുപോലെ വർക്കിംഗ് കണ്ടീഷൻ, അതുപോലെ എൻവിറോൺമെൻറ്റ്,
റെക്കഗ്നീഷൻ, മീനിങ് ഫുൾ വർക്ക് ഇതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സാലറി കൊടുക്കണം, റെക്കഗ്നീഷൻ അവിടെ ഉണ്ടാവണം, അതുപോലെ അച്ചീവ്മെൻറ്റുകൾ അവിടെ നൽകിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണെങ്കിലും സത്യത്തിൽ ഇതൊന്നും എന്തല്ല, മോട്ടിവേഷൻ നൽകുന്നതല്ല. ഒരുപക്ഷെ സാലറി നമുക്ക് മോട്ടിവേഷൻ നൽകണമെന്നില്ല, ബട്ട് ഇറ്റ് കുഡ് ബി സാറ്റിസ്ഫൈഡ് യു, അതുമാത്രം അതുകൊണ്ടുള്ള ഉദ്ദേശമുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റെക്കഗ്നീഷൻ നൽകിക്കൊണ്ട്, അച്ചീവ്മെൻറ്റുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അതുപോലെ മീനിങ് ഫുൾ വർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ ഇടയ്ക്കിടയ്ക്ക് നൽകുന്ന ആ ഒരു തരം മോട്ടിവേഷനുകൾ നൽകുമ്പോഴാണ് ആ കമ്പനിക്ക് ഉപകാരങ്ങളുണ്ടാവുക. ഇതിനടുത്ത് അൽഡർഫേഴ്സ് ERG തിയറി എന്ന് പറയും. എന്നുവെച്ചാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാസ്ലോസ് തിയറി നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനെ മൂന്നാക്കി തിരിക്കുന്നതാണ് ഈ ഒരു തിയറി. ഇതിൽ ഒന്ന് എക്സ്റ്റൻസ് നീഡ്സ് എന്ന് വെച്ചാൽ ഒരാളെ ബേസിക് സർവൈവൽ ചെയ്യാനുള്ള എല്ലാവിധ നീഡ്സിനും ഉതകുന്നതാവുക. 2 സോഷ്യൽ കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. 3 പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ഉള്ളൊരു കമ്പനിയാണെങ്കിൽ അത് ഈ അൽഡേഴ്സ്ഫേഴ്സ് ERG തിയറി എന്നതിൽ വരുന്ന ഒരു മോഡൽ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി 4ാമത്തെ മക്ലെലൻസ് അച്ചീവ്മെൻറ്റ് തിയറി എന്ന് പറയും. എന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും 3 പ്രധാനപ്പെട്ട നീഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ. ഇത് 3ഉം ഒരു കമ്പനിയിൽ സമ്മേളിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഈ പറഞ്ഞ മോഡൽ പ്രകാരമായിരിക്കും പോകുന്നുണ്ടാവുക. 5ാമത്തെ റൂംസ് എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയും. ഓരോ മനുഷ്യന്മാർക്ക് ഓരോ എക്സ്പെക്റ്റേഷൻസ് ഓരോ കമ്പനിയിൽ പോകുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിന് എന്താ പറയുക, ട്രൂ ചെയ്യുന്ന രൂപത്തിൽ ഉള്ള, കറക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള കമ്പനി തന്നെ ആയിരിക്കുക എന്നുള്ളതാണ് റൂംസ് എക്സ്പെക്റ്റൻസി തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6ാമത്തെ ആദംസ് എക്വിറ്റി തിയറിയാണ്. 7ാമത്തെ ലോക്കീസ് ഗോൾ സെറ്റിംഗ് തിയറീസാണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ പ്രോസസ്സുകൾ ഒരു കമ്പനിയിൽ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് എന്താ പറയുക, കമ്പനിക്ക് ഉയർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.